Assalamualaikum friends. Garam Masalയുടെ പുതിയൊരു ഇഫ്താർ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മെയിൻ ഡിഷ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വേറൊന്നുമല്ല, തുർക്കിഷ് ബ്രെഡ് ആണിത്. അൽഫഹാമിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണിത്. നമ്മുടെ ഇനി നാടൻ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ നല്ല ബീഫ് വരട്ടിയതോ മട്ടൺ വരട്ടിയതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ തുർക്കിഷ് ബ്രെഡ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡോ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഈസ്റ്റ് ചേർക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടോ ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് പ്രൂഫ് ചെയ്തതിന് ശേഷം ചേർത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുക്കിംഗ് ഓയിൽ ചേർക്കാം. 1-2 ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പാലും ചൂടുവെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് പാലിലാട്ടോ ഇത് കുഴച്ചെടുക്കുന്നത്. അതിന് പകരമായിട്ട് 1/4 കപ്പ് പാലും 1/4 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്താൽ മതി. പാലും ചെറിയൊരു ചൂടുണ്ടായിരിക്കണം കേട്ടോ. ഇത് 1/4 കപ്പ് പാലാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ഇനി ആവശ്യാനുസരണം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇത് ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ പകുതിയേ ഒഴിക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇത് കുഴച്ചെടുക്കാം. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മാവാക്കി മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ച് വെച്ചിട്ടുള്ള കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് മൈദ തൂവണേ. ഇനി നമ്മുടെ ഈ മാവ് കുഴച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് ഇങ്ങനെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. ഇത് ഇപ്പം നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ്. ഇനി നമുക്കിത് പൊങ്ങാൻ വേണ്ടി വെക്കാൻ വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത അതേ പാത്രത്തിൽ തന്നെയാട്ടോ ഞാൻ വയ്ക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇത് ഡ്രൈ ആയിട്ട് ക്രാക്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ എണ്ണ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിനി ഇത് അടച്ച് വെക്കൂടെ ചെയ്യാം. കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെക്കാം കേട്ടോ. ചെറുതായിട്ട് ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും നമ്മുടെ മാവ്. ഡബിൾ സൈസായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള നമ്മുടെ മാവാണിത്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഞാനിത് 4 പീസാക്കിയിട്ടോ മുറിച്ചെടുക്കുന്നത്. ഒരേ സൈസുള്ള 4 പീസാക്കി മുറിച്ചെടുക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ നമുക്ക് ഈ ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ മാവ് എടുക്കാം. ഡബിളാക്കാം, ട്രിപ്പിളാക്കാം. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂവാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മാവ് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ റോൾ ചെയ്യണം. ചപ്പാത്തി പോലെ നൈസാക്കൊന്നും ചെയ്യരുത് കേട്ടോ. പിസയുടെ ക്രസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ കുറച്ച് കട്ടി വേണം. ഇത് ഒരു 1/4 ഇഞ്ച് തിക്നെസ്സോടെ കേട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ പൊടിയൊക്കെ നമുക്കങ്ങ് തട്ടിക്കളയാം. പൊടിയൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടേ. വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടെ പൊങ്ങി വന്നതിന് ശേഷം വേവിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പാന് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഒരു ലിഡോട് കൂടെയുള്ള പാൻ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ബ്രെഡ് മാറ്റണം. നമുക്ക് ഫ്ലെയിം നന്നായിട്ട് തന്നെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചൂടായിട്ടുള്ള പാനിൽ ബ്രെഡ് വെച്ചിരിക്കുകയാണ്. നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ഏകദേശം ഒരു 3 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. അതിനുശേഷം തിരിച്ചിട്ടിട്ട് വീണ്ടും വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ബ്രെഡ് റെഡിയായി വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബ്രെഡ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മുഴുവനും പൊങ്ങി വരും കേട്ടോ. നമ്മൾ കുബൂസൊക്കെ വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെയാണ്. നമുക്കിത് തിരിച്ചിടാം. 2 സൈഡും ഒരു ഗോൾഡൻ ടച്ച് വേണം കേട്ടോ. അതുപോലെ ഈ സൈഡ് കൂടെ ഇതേപോലെ ഒരു ഗോൾഡൻ കളർ വരട്ടെ. ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകിൽ നമുക്ക് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. ഈ സൈഡും നല്ല ഗോൾഡൻ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്രെഡ് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. 2 സൈഡ്, ഓരോ സൈഡ് ഒരു 2.5 മിനിറ്റ് വീതം വേവിച്ചെടുക്കണം കേട്ടോ. ഈ സൈഡിൽ തന്നെ നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലൂടെ നമുക്ക് കുറച്ച്
ഓയിലോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ബ്രെഡ് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. കണ്ടില്ലേ, 2 സൈഡും നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. കണ്ടോ, നമുക്ക് നല്ല കൂളായിട്ട് തന്നെ മടക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇതേപോലെ നമുക്ക് അടുത്ത ബ്രെഡ് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള പാസ്ലി കൊണ്ട് ഗാർണിഷ് ചെയ്യാം. പാസ്ലി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് മല്ലിയിൽ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് തുർക്കിഷ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.